അളിയ എന്റെ ഒരു കാഴ്ചപ്പാടിലെ എന്റെ ഒരു അഭിപ്രായത്തില് അല്ലെങ്കിൽ എന്റെ ഒരു വീക്ഷണത്തില് നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം എന്തെന്നറിയാവോ? എന്തുകൊള്ളിയ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് കാശായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. മനസ്സിലായില്ല. ഉദാഹരണത്തിന് ഇപ്പൊ നിന്റെ ഒരു ചക്ക കിട്ടിയെന്ന് വിചാരിക്കുക, നീ എന്തു ചെയ്യും? ഞാൻ 4 വെട്ടി തിന്നും. ഈ ഒരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് നീയും നിന്റെ പഞ്ചായത്തിലുള്ള ആരും രക്ഷപ്പെടാത്തത്. എടാ, ഒരു ചക്ക നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അതിന് തിന്ന് തീർക്കരുത്. നമ്മൾ ആ ചക്ക ഇങ്ങോട്ട് വെച്ച് അതിൽ ഓരോ ചുളകളായിട്ട് പറിച്ച് പാക്കറ്റിലാക്കി വിൽക്കണം, എന്നിട്ട് അത് കാശാക്കണം. തുടക്കത്തിൽ നമ്മൾ ഈ പാക്കറ്റിലാക്കി വിൽക്കുന്ന സമയത്ത് പാക്കറ്റ് ഇങ്ങനെ മെഴുകുതിരി മേളിൽ വെച്ച് ഉരുക്കി അങ്ങനെയൊക്കെ വിൽക്കേണ്ടി വരും. പക്ഷെ ലാഭമായി കഴിഞ്ഞാൽ എന്തുവാ, നമ്മുടെ കയ്യിൽ ഈ കവർ ഉണ്ടാക്കാനുള്ള മെഷീനൊക്കെ കിട്ടും. അവിടുന്ന് പിന്നെ നമ്മൾ ചക്കച്ചോള, ചക്കക്കൂട്ടാൻ, ചക്ക പുഴുങ്ങിയത്, ചക്ക ബിരിയാണി, ചക്ക മന്തി, ചക്ക പിണ്ണാക്ക്, ചക്ക എണ്ണ. കണ്ട ഐഡിയ വന്നാണ്ടാ. ഇവിടെ ഇത് ആരുടെ നിൽക്കുന്ന ബിസിനസ് മാഗ്നറ്റാ എന്ന് ചോദിക്കാത്തന്ന് നീ എൻ്റെ അടുത്ത്. പക്ഷേ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതല്ല. ഈ ചക്കയൊക്കെ ഒന്ന് വളർന്ന് വലുതായെങ്കിലേ നമുക്കിത് വെട്ടി പരിപാടി തുടങ്ങാൻ പറ്റത്തുള്ളൂ. എടാ, അതിനിത് ചക്കയല്ലല്ലോ, അയിന് ചക്കയില്ലേ? മണ്ട, ഇത് ആഞ്ഞിലിയാ, ചക്ക പിടിക്കുന്ന പ്ലാവില. അങ്ങനെയൊക്കെ ഉണ്ടാ? ചക്ക ഏതാ ചുക്ക ഏതാന്ന് അറിയത്തില്ല, ചക്ക കൊണ്ട് കോടീശ്വരനാവാൻ നടക്കുന്നത്. അത് ശരി, ഇത് വേറെ ആണല്ലേ. നീ ഇതിന് ജ്യൂസ് അടിക്കാൻ പറ്റൂ?